തിരൂർ പറവണ്ണ സ്കൂളിലെ പോളിംഗ് ബൂത്തിന് മുന്നിൽ നിന്നാണ് UDF പ്രവർത്തകരെ അകാരണമായി കസ്റ്റഡിയിലെടുത്തതെന്നാണ് ആരോപണം. പോളിംഗ് ബൂത്തിന് മുന്നിൽ വരെ വോട്ടർമാരെ വാഹനത്തിൽ കൊണ്ടുവിടുന്നത് വിലക്കി പോലീസ് ബൂത്തിന്റെ ഗേറ്റ് അടച്ചത് ചോദ്യം ചെയ്തതിനാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതെന്ന് കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. പ്രവർത്തകരെ വിട്ടയക്കും വരെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുമെന്ന് പറഞ്ഞ് കുറുക്കോളി മൊയ്തീൻ സമരം ആരംഭിച്ചു. ശേഷം SP-യെ വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകരെ കേസെടുക്കില്ലെന്ന ഉറപ്പിൽ വിട്ടയച്ചു. ബൂത്തും ഗേറ്റും തമ്മിൽ 100-ലേറെ മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വളരെ സൗഹാർദ്ദത്തിൽ എല്ലാ സംഘടനകളും LDF-ഉം UDF-ഉം NDA-ൻ്റെ ആളുകളും എല്ലാം കൂടി പരമാവധി ബൂത്തിൻ്റെ സമീപത്ത് കൊണ്ടുപോയിട്ടാണ് വിടുന്നത്. അപ്പോൾ അത് വിടുന്നതിന് എതിരായി അവിടെ വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു. അപ്പോൾ ഗേറ്റ് അടച്ചു. അപ്പോൾ ആ സന്ദർഭത്തിൽ ചില കുട്ടികൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർ അവരുടെ ഒരു ശബ്ദം ഉയർത്തി സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രവർത്തകരെ അവിടുന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതറിഞ്ഞപ്പോൾ വളരെ വേദന തോന്നി. അപ്പോൾ അവരെ വിടാൻ വേണ്ടി പറഞ്ഞു SP-നെ വിളിച്ചു. ആദ്യം അവർ കുറച്ച് കളിച്ചു. അപ്പോൾ അവസാനം എങ്ങനെയായാലും SP വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കേസ് എടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷമായി. അപ്പോൾ പ്രവർത്തകരെ ഞാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രവർത്തകരെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. കുട്ടികൾ വിട്ടു. കേസ് എടുക്കുന്നില്ല എന്നാണ് SP-നോട് പറഞ്ഞത്. കേസൊന്നുമില്ല എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഇതൊക്കെ സൗഹാർദ്ദത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഒക്കെ പോലീസ് രമ്യമായി തന്നെ പരിഹരിച്ച് കൈകാര്യം ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അവിടെ എങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്നുള്ളത് ഈ മണ്ഡലത്തിനകത്ത് സമാധാനപൂർവ്വം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ അതിനെതിരായ ഒരു സംഭവം നടന്നത് വളരെ വേദനയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് വളരെ നല്ല സമീപനം സ്വീകരിക്കണം. പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. ഒരു പ്രകോപനവുമില്ലാതെയാണ് UDF-കാരെ കസ്റ്റഡിയിലെടുത്തതെന്നും എല്ലാവരും ഇത്തരത്തിൽ വോട്ടർമാരെ വാഹനത്തിൽ ബൂത്തിലെത്തിക്കുന്നുണ്ടെന്നും കുറുക്കോളി മൊയ്തീൻ വ്യക്തമാക്കി. SP-യുടെ നിർദ്ദേശാനുസരണം വിട്ടയച്ച പ്രവർത്തകരുമായാണ് കുറുക്കോളി മൊയ്തീൻ സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയത്. തിരൂർ മണ്ഡലത്തിൽ തുടർച്ചയായ 2ാം ജയം തേടിയാണ് കുറുക്കോളി മൊയ്തീൻ മത്സരിക്കുന്നത്. ഈ ചാനൽ ന്യൂസ് തിരൂർ. എന്താണ് ബ്രൈഡ് ഇനി എപ്പോ റെഡിയാവനാ? മരുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായെന്നുള്ളാകെ MX മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.